അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഫൊക്കാന ടെക്സസ് റീജിയണൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫൊക്കാന മുൻ പ്രസിഡന്റ് ജി.കെ. പിള്ളയെയും ഫൊക്കാനയുടെ നേതാക്കളായ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടം, മാർട്ടിൻ ജോൺ, പൊന്നു പിള്ള എന്നീ വ്യക്തികളെയാണ് ഫൊക്കാന ആദരിച്ചത്. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളെ, മുൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസ്, വിമൻസ് ഫോറം വൈസ് ചെയർ ഷീല ചെറു തുടങ്ങി ഫൊക്കാന ഭാരവാഹികളും നിരവധി ഫൊക്കാന നേതാക്കളും മേയർ കെൻ മാത്യുവും ചേർന്നാണ് ഫൊക്കാനയുടെ അഭിനന്ദനങ്ങൾ പൊന്നാടയായി അണിയിച്ചത്. ജി.കെ. പിള്ള 2012 ഫൊക്കാന ഹ്യൂസ്റ്റൺ കൺവെൻഷന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഈ കാലയളവിൽ ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയിൽ അർപ്പണ മനോഭാവത്തോടും ആത്മാർത്ഥതയോടും കുടുംബ സംഘടനയെ നയിക്കുകയും ഫൊക്കാനയുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഒരു നേതാവ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളം മാറ്റങ്ങളാണ് പല മേഖലകളിലും പ്രകടമാകുന്നത്. അതിനർത്ഥം അവർ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ അമേരിക്കൻ മലയാളികൾക്കിടയിൽ മാറ്റത്തിന്റെ അലയൊലികൾ വലിയ തോതിൽ സൃഷ്ടിച്ച വ്യക്തിയാണ് ജി.കെ. പിള്ള. ആരുടെയും സഹായമില്ലാതെ സ്വന്തം കഴിവിന്റെ ആത്മബലത്തിലാണ് ഈ കൊടുമുടികൾ അദ്ദേഹം നടന്നു കയറിയത്. അദ്ദേഹത്തിന് ഫൊക്കാനയുടെ അഭിനന്ദനങ്ങൾ. ഫാൻസിമോൾ പള്ളാത്തുമടം ഫൊക്കാനയുടെ 2024-26 റീജിയണൽ വൈസ് പ്രസിഡന്റായി നല്ലൊരു പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ്. ടെക്സസ് റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 200-ലധികം ആളുകളെ പങ്കെടുപ്പിച്ച് വലിയ ഒരു റീജിയൻ കൺവെൻഷൻ നടത്തുവാൻ നേതൃത്വം നൽകിയത്. ഈ റീജിയനിൽ നിന്നും 2 സംഘടനകൾ മാത്രമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പുതിയ 5 സംഘടനകൾ അംഗത്വത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. റീജിയന്റെ പ്രവർത്തനത്തിലുണ്ടായ പുരോഗതിക്കാണ് ഫാൻസിമോൾ ആദരിക്കപ്പെട്ടത്. മാർട്ടിൻ ജോൺ ഫൊക്കാനയുടെ കൺവെൻഷൻ കൺവീനറാണ്. ഒരു സംഘടനയ്ക്ക് ഏറ്റവും അധികം ജനസ്വീകാര്യതയും വിസിബിലിറ്റിയും ഉണ്ടാകുന്നത് നല്ല സംഘാടകർ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കണ്ടുവരുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സമൂഹത്തിനായി നടപ്പിലാക്കുവാൻ അവർ ശ്രമിക്കും. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് മാർട്ടിൻ ജോൺ കാണുന്നത്. മാർട്ടിൻ ജോണിന്റെ പ്രവർത്തനം ഫൊക്കാനയ്ക്ക് കൂടുതൽ അംഗസംഘടനകളെ ലഭിക്കാൻ കാരണമായി. അതിനാണ് അദ്ദേഹം ഫൊക്കാനയുടെ ആദരവിന് അർഹനായത്. പൊന്നു പിള്ള ഫൊക്കാനയുടെ ആദ്യകാലം മുതലുള്ള നേതാവാണ്. സംഘടനയ്ക്ക് വേണ്ടി ഫൊക്കാനയുടെ വനിതാ ഫോറത്തിൽ അവർ കർമ്മനിരതയാണ്. ഫൊക്കാനയിൽ കാലാകാലങ്ങളായി അവർ നൽകിയ സേവനങ്ങളെ മാനിച്ചാണ് ആദരിക്കപ്പെട്ടത്. ഫൊക്കാന മുൻ പ്രസിഡന്റ് ജി.കെ. പിള്ള ഫൊക്കാനയുടെ ഇപ്പോഴത്തെ കമ്മിറ്റി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്ന രീതി അഭിനന്ദിക്കുകയും ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ ഉയർച്ചയിൽ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളെ, മുൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസ്, വിമൻസ് ഫോറം വൈസ് ചെയർ ഷീല ചെറു തുടങ്ങി ഫൊക്കാന ഭാരവാഹികളും നിരവധി ഫൊക്കാന നേതാക്കളും മേയർ കെൻ മാത്യുവും ചേർന്നാണ് ഫൊക്കാനയുടെ അഭിനന്ദനങ്ങൾ പൊന്നാടയായി അണിയിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. സെൻട്രൽ ടെക്സസ് ഹിന്ദു ക്ഷേത്രത്തിൽ ഡിസംബർ 7 ശനിയാഴ്ച വാർഷിക ലൈറ്റ്സ് ഓഫ് വിന്റർ പരിപാടി ആഘോഷകരമായി സംഘടിപ്പിച്ചു. രതികാന്ത നന്ദയും HTCT പ്രസിഡന്റ് ഡോക്ടർ ഗോപാൽ ഗുട്ടികൊണ്ടയും ചേർന്നൊരുക്കിയ പരിപാടികൾ സംഘാടക മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അതീവ ഹൃദ്യമായി. രതികാന്ത നന്ദയും HTCT പ്രസിഡന്റ് ഡോക്ടർ ഗോപാൽ ഗുട്ടിഗോണ്ടയും ചേർന്നൊരുക്കിയ പരിപാടികൾ സംഘടനാ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അതീവ ഹൃദ്യമായി. മേഗൻ ബെൻസാൽ, സോഹ രമണി എന്നിവർക്കൊപ്പം മിസിസ് ഇന്ത്യ USA ടെക്സസ് റണ്ണറപ്പ് അടക്കം നിരവധി ബ്യൂട്ടി പേജന്റ് മത്സരങ്ങളിൽ ജേതാവും നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പ്രശസ്ത നർത്തകിയുമായ പ്രീതി പൈനാടത്തും MCI നടത്തിയ പ്രോഗ്രാമുകൾ ആഘോഷങ്ങൾക്ക് ഗാംഭീര്യവും സൗകുമാര്യതയും പകർന്നു. ചടുലവും മനോഹരവുമായ നൃത്ത പ്രകടനങ്ങൾ, ഹൃദയം കീഴടക്കിയ സ്കിറ്റുകൾ, റാം വാക്കിന്റെ ത്രസിപ്പിക്കുന്ന ചുവടുകൾ എന്നിവയാൽ വൈകുന്നേരത്തെ സായാഹ്നം ഹൃദ്യമായി. HTCT വർഷം മുഴുവനും നിലനിർത്തുന്ന സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സാമൂഹിക മനോഭാവവും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പരിപാടി. സ്റ്റേജിനെ തീ പിടിപ്പിക്കുന്ന ചുവടുവയ്പ്പുകളുമായി നടന്ന നൃത്തവും പ്രേക്ഷകരെ ആകർഷിച്ച രസകരവും ചിന്തോദീപകവുമായ സ്കിറ്റുകളും സ്റ്റൈലും ഗ്രേസും ആത്മവിശ്വാസം തുടിപ്പിക്കുന്ന ചുവടുകളുമായി വിവിധ പ്രായക്കാർ നടത്തിയ റാം വാക്കും പ്രതീക്ഷകളുടെയും ഐക്യത്തിന്റെയും പ്രതീകമായി ഉത്സവ വിളക്കുകൾ തെളിഞ്ഞതും ആഘോഷങ്ങൾക്ക് രുചി പകർന്ന രുചികരമായ ഭക്ഷണവും പരിപാടിയുടെ മികവ് വിളിച്ചറിയിക്കുന്നതായി. ഈ വർഷത്തെ ലൈറ്റ്സ് ഓഫ് വിന്റർ ശരിക്കും ശ്രദ്ധേയമായി. നൃത്തങ്ങൾ, സ്കിറ്റുകൾ, റാം വാക്കിംഗ് എന്നിവയിൽ പ്രകടമായ ഊർജവും സർഗാത്മകതയും കാഴ്ചക്കാരുടെ മുഖത്ത് പുഞ്ചിരി നിറക്കുന്നതായി. അത് നമ്മുടെ സമൂഹത്തിന്റെ ഐക്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഡോക്ടർ ഗോപാൽ ഗുട്ടിഗോണ്ട പറഞ്ഞു.
പരിപാടിയിൽ പങ്കുചേർന്നവരുടെയും വോളണ്ടിയർമാരുടെയും പിന്തുണയുമായി ഒപ്പം നിന്നവരുടെയും സമർപ്പണത്തിന്റെയും തെളിവായി പരിപാടിയുടെ വിജയം എന്ന് സംഘാടകർ അറിയിച്ചു. ഈ വർഷത്തെ ആഘോഷങ്ങൾ നഷ്ടമായവർക്കായി മറ്റൊരു ലൈറ്റ്സ് ഓഫ് വിന്റർ ഇവന്റിനായി അടുത്ത വർഷം ഒപ്പം ചേരാൻ ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. സെൻട്രൽ ടെക്സസ് മേഖലയിലെ വ്യക്തികളുടെ ആത്മീയവും സാംസ്കാരികവും സാമൂഹികവുമായ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന HTCT സമാധാനം, ഐക്യം, സാംസ്കാരിക അവബോധം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്നു. In this game, we'll show you a picture of someone from our very own audience, our own celebrities, and you guys will raise your hands to guess who it is. For each person, there will be a clue hinting you to their true identity, but they might not be as direct as you think. So get ready for Guess the Celebrity. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. അമേരിക്കൻ മലയാളികളിലെ ഇളമുറക്കാരിൽ കേരള സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സവിയന വിജോയ് ഫോമ 2024-26 ക്യാപിറ്റൽ റീജിയൺ യൂത്ത് ചെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൈരളി എന്ന സംഘടനയിലൂടെ തന്റെ പ്രവർത്തന മികവും നേതൃപാടവവും തെളിയിച്ചിട്ടുള്ള സവിയന യുവതലമുറയെ അമേരിക്കൻ മലയാളി സംഘടനകളിലെ പ്രവർത്തനങ്ങളിൽ ചേർത്ത് നിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമാണ്. കൈരളി എന്ന സംഘടനയിലൂടെ തന്റെ പ്രവർത്തന മികവും നേതൃത്വപടവും തെളിയിച്ചിട്ടുള്ള സവിയന യുവതലമുറയെ അമേരിക്കൻ മലയാളി സംഘടനയിലെ പ്രവർത്തനങ്ങളിൽ ചേർത്തു നിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമാണ്. യുവതയുടെ ചിന്തകളും വേറിട്ട ആശയങ്ങളും പകർന്നുകൊണ്ട് ഫോമയ്ക്കൊരു മുതൽക്കൂട്ടായി സവിയന തുടർന്നും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് RVP ലെൻജി ജേക്കബ് ചൂണ്ടിക്കാട്ടി. പബ്ലിക് ഹെൽത്ത് സയൻസിൽ ബിരുദം കരസ്ഥമാക്കിയ സവിയന നിലവിൽ മെഡിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതോടൊപ്പം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ MS പഠനത്തിലുള്ള തയ്യാറെടുപ്പിലുമാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ മതബോധന സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോറിയ 2024 എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ വിവിധ ക്ലാസുകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ഒരുക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണശബളമാക്കിയത്. സ്കൂളിലെ വിവിധ ക്ലാസുകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ഒരുക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണശബളമാക്കിയത്. മതബോധന സ്കൂളിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മനീഷ് കൈമൂലായിലിന്റെ നേതൃത്വത്തിലുള്ള ടീച്ചേഴ്സും വോളണ്ടിയേഴ്സും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സെന്റ് മേരീസ് ഗായക സംഘം ഒരുക്കിയ കരോൾ ഗാനങ്ങളും കൂടാര യോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ക്രിസ്മസ് പാപ്പ മത്സരവും ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകി. വികാരി ഫാദർ സിജു മുടക്കോടിയിൽ, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പോഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ട്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി സണ്ണി മേലേടം, വിസിറ്റേഷൻ സന്യാസ സമൂഹാംഗങ്ങൾ എന്നിവരടക്കമുള്ള പാരിഷ് കമ്മിറ്റി ആഘോഷങ്ങളുടെ സജ്ജീകരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഡാലസിലെ ഹീബ്രിഡ്ജ് ഹോംലെസ് ഷെൽട്ടർ ഭവനരഹിതരായ വ്യക്തികൾക്ക് നിർണായക പിന്തുണ നൽകുന്നതിനായി കേരള അസോസിയേഷൻ ഓഫ് ഡാലസ് ശൈത്യകാല വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. ഹീബ്രിഡ്ജ് ഹോംലെസ് ഷെൽട്ടർ സമഗ്രമായ 4 ഏക്കർ സൗകര്യമാണ്. ഡാലസ് ഡൗൺടൗൺ ഏരിയയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഇത് എമർജൻസി ഷെൽട്ടർ മാത്രമല്ല, അതിഥികളെ അവരുടെ സ്വാതന്ത്ര്യവും സ്ഥിരതയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിപുലമായ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഹേംബ്രിഡ്ജ് ഹോംലെറ്റ് ഷെൽട്ടർ സമഗ്രമായ 4 ഏക്കർ സൗകര്യമാണ്. ഡാളസ് ഡൗൺടൗൺ ഏരിയയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഇത് എമർജൻസി ഷെൽട്ടർ മാത്രമല്ല, അതിഥികളെ അവരുടെ സ്വാതന്ത്ര്യവും സ്ഥിരതയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിപുലമായ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഷെൽട്ടറിന് കൂടുതൽ പിന്തുണ നൽകാനുള്ള ശ്രമത്തിൽ കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് ആവശ്യമുള്ളവർക്ക് ശൈത്യകാല വസ്ത്രങ്ങൾ നൽകുന്നതിന് വിന്റർ ക്ലോത്ത് ഡ്രൈവ് ആരംഭിച്ചിരുന്നു. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് മാനേജർ KD, സോഷ്യൽ സർവീസ് ഡയറക്ടർ മിസ് കാറ്റേറ ജെഫേഴ്സൺ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിച്ച JC രാജു സീസണിനാണ് ആവശ്യമായ ജനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പ്രധാനമായും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വസ്ത്രങ്ങളിലും പുതപ്പുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നവംബർ 10 മുതൽ ഡിസംബർ 10 വരെ വിലമതിക്കാനാകാത്ത ശൈത്യകാല വസ്ത്രങ്ങൾ KAD വിജയകരമായി ശേഖരിച്ചു. സംഭാവനയായി ലഭിച്ച സാധനങ്ങൾ KAD പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ, ICEC പ്രസിഡന്റ് ഷിബു എബ്രഹാം, ലൈബ്രറി ഡയറക്ടർ ബേബി കൊടുവത്ത്, സോഷ്യൽ സർവീസ് ഡയറക്ടർ JC രാജു എന്നിവർ ചേർന്ന് ശ്രീമതി കെറ്റേര ജെഫസൺ, റോബർട്ട് പെരിറ്റ് എന്നിവർക്ക് കൈമാറി. കോൺട്രാക്ട് മാനേജർ ടെന്നി കോരത്ത് എന്നിവർ പരിപാടി സംഘടിപ്പിച്ചത്. സന്ദർശന വേളയിൽ KAD ഭാരവാഹികളെ ഉദ്യോഗസ്ഥർ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഭവനരഹിതരെ സഹായിക്കുന്നതിൽ സമൂഹത്തിന്റെ ഇടപെടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ അനുഭവം. സേവനത്തിനുള്ള ഒരു പൂർത്തീകരണ അവസരവും. സേവനം ചെയ്യാനുള്ള അവസരത്തിനും ഈ അവിസ്മരണീയമായ KAD പദ്ധതിയെ പിന്തുണച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നതായി JC രാജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.
ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഡാളസ് അയ്യപ്പ ഭക്ത സേവാ സംഘം സംഘടിപ്പിച്ച 3ാമത് അയ്യപ്പ മണ്ഡല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ പങ്കെടുത്തു. വ്യത്യസ്ത പ്രവർത്തന ശൈലിയുടെ ചുരുങ്ങിയ കാലം കൊണ്ട് ന്യൂയോർക്ക് ലോങ് ഐലൻഡ് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ന്യൂയോർക്ക് മലയാളി അസോസിയേഷൻ 2024 വാർഷിക കുടുംബ സംഗമം വർണ്ണാഭമായി നടത്തി. കേരള ഹിന്ദു ഫെഡറേഷൻ ഓഫ് കാനഡയുടെ ആഭിമുഖ്യത്തിൽ കാനഡയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളായ വനിതകളെ കോർത്തിണക്കി വനിതാ വിങ്ങിന് രൂപം നൽകി. ജ്ഞാനായ കാത്തലിക് അസോസിയേഷന്റെ 2025 പ്രവർത്തന വർഷത്തേക്കുള്ള ഭരണസമിതിയെ ശ്രീ തോമസ് വിക്ടർ നീറ്റുകാടലിന്റെ നേതൃത്വത്തിലുള്ള യുവ നേതൃത്വം നയിക്കും. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് മിഷിഗണിന്റെ ഡിസംബർ 8 നടത്തപ്പെട്ട ജനറൽ ബോഡിയിൽ വെച്ച് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ക്രിസ്മസ് ആഘോഷവും നടത്തപ്പെട്ടു. ടാമ്പ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ സബ് കമ്മിറ്റിയായ ടാമ്പ തെക്കൻസ് ആരംഭിച്ചതിന്റെ 1ാം വാർഷികം പ്രൗഢഗംഭീരമായി ഡിസംബർ 14 കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് വർണ്ണശബളമായി നടത്തപ്പെട്ടു. കേരള എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഡാളസിൽ നടത്തപ്പെട്ട 46ാമത് എക്യുമെനിക്കൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം പ്രത്യാശയുടെ നിറവ് പകരുന്ന അനുഭവമായി മാറി. കലയും ഭക്തിയും സംഗമിക്കുന്ന അപൂർവ വേദിയിൽ സ്തുതിഗീതങ്ങളും ചടുല നടനങ്ങളും മനം കവർന്ന കേരള ഹിന്ദുസ് ഓഫ് ന്യൂജേഴ്സിയുടെ ധനുമാസ തിരുവാതിര ആഘോഷം ബ്രിജിറ്റ് വാട്ടറിലെ ശ്രീ ബാലാജി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വർണ്ണശബളവും അതീവ ഹൃദ്യവുമായി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.